സങ്കടക്കാഴ്ചകളെന്ന ഒരു വാക്കിൽ പറഞ്ഞൊതുക്കാൻ കഴിയുന്നതല്ല ഓരോ വീട്ടിലെയും കാഴ്ചകൾ. ഇവരൊക്കെയും ഇനിയും തിരിച്ചു വരില്ലെന്നറിഞ്ഞിട്ട് കൂടി ഈ സുഹൃത്തുക്കളെ വീണ്ടും വീണ്ടും വിളിക്കുകയാണ്. അവസാന പ്രതീക്ഷ പോലും ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇവർക്ക് ഈ സൗഹൃദങ്ങൾ. ചിന്നിച്ചിതറിപ്പോയ സൗഹൃദങ്ങളാണ്. ഇനി ഇതൊക്കെ പെറുക്കിക്കൂട്ടി മാനസികമായി പൊരുത്തപ്പെട്ട് ധൈര്യം സംഭരിച്ച് മനസംയമനം പാലിച്ച് മുന്നോട്ട് പോകാനൊക്കെ ഇവർക്ക് കാലങ്ങളെടുക്കും. എത്രയും പെട്ടെന്ന് ഇവർക്ക് ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ട് നിത്യജീവിതത്തിൽ പഴയതുപോലെ തന്നെ വരാൻ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയൂ ഈ സാഹചര്യത്തിൽ. റിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്നും ലിഷോയ് തുടർന്നു. ലിഷോയ്, സങ്കടത്തിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിക്കാനാവുന്നില്ല. കാരണം എല്ലാ വീട്ടിലും ഒരേ കാഴ്ചകൾ, ഒരേ സങ്കടങ്ങൾ, ഒരേ മനുഷ്യരും തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. കാരണം സങ്കടത്തിൽ വ്യത്യസ്തതകളില്ലല്ലോ. തീർച്ചയായും അല്പസമയത്തിനകം ഇവിടെ നിന്നും വീട്ടിൽ നിന്നും ഹൃദയയുടെ മൃതദേഹം കരിമ്പ ഹാളിലേക്ക്, ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസ് എത്തിക്കഴിഞ്ഞു. ഈ മൃതദേഹം അല്പസമയത്തിനകം വീട്ടിൽ നിന്നും കൊണ്ടുപോകും. വീട്ടുകാരെല്ലാം തന്നെ ചുറ്റിലുമുണ്ട്. ഹൃദയയുടെ ഉമ്മയും പിതാവുമെല്ലാം എല്ലാം തന്നെ ചുറ്റിലും ഇരിക്കുന്നുണ്ട്. ഒരു അനിയത്തിയും ഒരു അനിയനുമാണ് ഹൃദയ്ക്കുള്ളത്. അങ്ങനെ 3 മക്കളാണ് ഇവർ ഈ കുടുംബത്തിൽ ഉള്ളത്. അതിൽ മൂത്ത കുട്ടിയാണ് റിദ ഫാത്തിമ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ കുട്ടിയാണ് ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും ഇപ്പോൾ അല്പസമയത്തിനകം വിടവാങ്ങും. വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം കൊണ്ട് ഇരിക്കുകയാണ്. നമുക്കറിയാം, ഒരു തരത്തിലും അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, ഒരു തരത്തിലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വേദനയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. മരണം എന്തുകൊണ്ട് ഇത്രയും ക്രൂരനാകുന്നു എന്ന് ചിന്തിച്ചു. തീർച്ചയായിട്ടും മരണം എപ്പോഴും അങ്ങനെയാണ്. എല്ലാ മനുഷ്യരുടെയും ഒപ്പമുണ്ട്. പക്ഷെ അതൊരു സാഹചര്യത്തിൽ ഒരു വില്ലനെ പോലെ നമ്മളിലേക്ക് എത്തും. കവർന്നെടുത്തുകൊണ്ട് പോകുമ്പോൾ ഒപ്പമുള്ളവരാണ് പകച്ചു നിന്ന് പോകുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ തിരികെ വരാനാവാത്ത ഈ സൗഹൃദങ്ങൾ, ഈ സ്നേഹം, ഇതിനൊക്കെ ഇനി എന്താണ് നമ്മൾ ചെയ്യുക എന്നറിയാതെ പകച്ചു നിന്ന് പോകും ഒപ്പമുള്ളവർ. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. 8:30 മുതൽ തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനത്തിനായി ഇവരുടെയൊക്കെ ഭൗതിക ദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ് ഓരോ വീട്ടിലും നടക്കുന്നത്. 4 മക്കൾ ആയിഷ, ഇർഫാന, റിദ, നിദ. ഇവരൊക്കെയും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ, ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് കഴിഞ്ഞു വന്നത്. ചെറുപ്പം മുതൽ ഒരുമിച്ച്, മദ്രസ കാലം മുതൽ ഒരുമിച്ചായിരുന്നു. സ്കൂളിലും ഒരുമിച്ച് തന്നെയാണ്. ഇവരെല്ലാ ദിവസവും ഒരുമിച്ച് ചേർന്നാണ് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും. അതുപോലെ തന്നെ ഇന്നലെയും സ്കൂളിലേക്ക് പരീക്ഷയ്ക്കായി പോയി തിരികെ വരികയും ചെയ്തു. അതിൽ ഇർഫാനയുടെ കാര്യത്തിലാണെങ്കിൽ ഇർഫാനയുടെ അമ്മ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കും, അങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും കൂട്ടുകാരുടെ ഒപ്പം അവൾ നടന്നു നീങ്ങുകയാണ് ചെയ്തത്. അമ്മ കണ്ടു നിൽക്കുകയായിരുന്നു. സിമന്റ് ചാക്കുകൾ നിറച്ച ആ ലോറി അവളുടെ അടക്കമുള്ള കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് മറിഞ്ഞത്. ആ ദുരന്തം കണ്ടു നിൽക്കേണ്ട കൂടെ സാഹചര്യം ആ അമ്മയ്ക്കുണ്ടായി എന്നതാണ്. ആ ഹൃദയം എങ്ങനെയാണ് ഇതൊക്കെ താങ്ങുക? പടച്ച തമ്പുരാനെ ഇതൊക്കെ താങ്ങാനുള്ള ശക്തി ഇവർക്കൊക്കെ നൽകണേ എന്ന് മാത്രം അവിടെ കൂടി നിൽക്കുന്നവർ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം.